ഒന്നാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികളിൽ +1 വിദ്യാർത്ഥികളാണ് ഓടുവണമെന്ന് പറയുന്നത്. എന്തുകൊണ്ടായിരിക്കും ഇതിന് കാരണം? മക്കളെ, ഓണം വെക്കേഷനൊക്കെ കഴിഞ്ഞ് ഇതാ നമ്മുടെ സ്കൂൾ നാളെ തുറക്കാനായിട്ട് പോവുകയാണ് അല്ലേ. ഒഫീഷ്യലായിട്ടല്ലെങ്കിലും അൺഒഫീഷ്യലായിട്ട് നമ്മുടെ സ്കൂളുകളിലൊക്കെ ഒരു എക്സാമിനേഷനൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങളെല്ലാവരും ഒഫീഷ്യൽ എക്സാമിനേഷൻ അല്ലാത്തതുകൊണ്ട് അതിനെ അത്ര വലിയ ഇമ്പോർട്ടൻസും കൊടുക്കാതെയാണ് എല്ലാവരും എക്സാമിനേഷൻ എഴുതിയിട്ടുള്ളത്. അങ്ങനെ ഒരു അൺഒഫീഷ്യൽ എക്സാമിനേഷൻ നടത്തേണ്ട കുട്ടികളാണോ നിങ്ങൾ തന്നെ ഒന്ന് നിങ്ങളെ വിലയിരുത്തി നോക്കി. 10ാം ക്ലാസ്സിൽ നിന്നും വലിയൊരു ജമ്പാണ് നമ്മുടെ +1 എന്ന് പറയുന്നത്. വലിയൊരു മാറ്റം സിലബസ് വൈസ് ആണെങ്കിലും ചാപ്റ്റർ വൈസ് ആണെങ്കിലും സബ്ജക്റ്റ് വൈസ് ആണെങ്കിലും ടോപ്പിക് വൈസ് ആണെങ്കിലും വളരെയേറെ കാര്യങ്ങളാണ് നമുക്ക് ഈ +1ൽ പഠിക്കാനുള്ളത്. അങ്ങനെയുള്ള നിങ്ങൾക്ക് ഒരു ഒഫീഷ്യൽ എക്സാമിനേഷൻ തന്നെ നടത്തേണ്ടതാണ്. പല കുട്ടികൾക്കും ഞാനീ പറയുന്നത് അത്ര ദഹിക്കണമെന്നില്ല. പക്ഷേ എൻ്റെ ഒരു അനുഭവത്തിൽ ഇത് പറയാണ് മക്കളെ, +1 നിങ്ങൾ ആദ്യം മുതലേ തന്നെ എന്ത് ചെയ്യണം, പഠിച്ച് മുന്നോട്ട് പോകേണ്ടിയിരിക്കണം. അവസാനത്തെ ഒരു മാരത്തോൺ കൊണ്ട് നമ്മളൊന്നും നേടാനായിട്ട് പോകുന്നില്ല. നമുക്ക് ജസ്റ്റ് ഒരു പാസ് മാർക്കാണോ നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ആ മാരത്തോൺ കണ്ടാൽ മതി. അല്ലെങ്കിൽ ഒരു A+ൻ്റെ അടുത്ത് ഒരു Aയോ B+ഓ കിട്ടാൻ വളരെ സിമ്പിളായിട്ട് മാരത്തോൺ കൊണ്ട് സാധ്യമാകും. പക്ഷേ ഇത് കഴിഞ്ഞ് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ, നിങ്ങളൊരു ഡിഗ്രി കോഴ്സിന് പോകുമ്പോഴത്തേക്കും സബ്ജക്റ്റ് അത്രയേറെ മനസ്സിലാക്കി പഠിച്ചില്ല എങ്കിൽ, അതിൻ്റെ കൺസെപ്റ്റ് നല്ല രീതിയിൽ മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങൾ പണിപ്പാളും മക്കളെ, ഞാൻ ഉറപ്പിച്ച് പറയുകയാണത്. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നല്ലേ മക്കളെ? ഇപ്പോൾ തന്നെ നിങ്ങൾ 10ാം ക്ലാസ്സും ഈ +1 ആയിട്ടുള്ള ഡിഫറൻസ് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. 10ാം ക്ലാസ്സിൽ ഫിസിക്സിൻ്റെ കാര്യം നമ്മൾ എടുത്തു നോക്കാൻ കഴിഞ്ഞാൽ അവസാന നിമിഷത്തെ ഒരു പഠനം കൊണ്ട് മാത്രം, ഒരാഴ്ച മാത്രം മതി 10ാം ക്ലാസ്സിൽ ഫിസിക്സിന് A+ മേടിക്കാൻ. പക്ഷേ നമ്മളത് ഇങ്ങോട്ടേക്ക് വന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നൊരു കാര്യമുണ്ട്. ഫിസിക്സ് മാത്രമല്ല നമ്മൾ ഈ ഫിസിക്സിൽ പഠിക്കുന്നത്. ഫിസിക്സിന് പുറമെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ പഠിക്കുന്നുണ്ട്, ഡെറിവേഷൻസ് പഠിക്കുന്നുണ്ട്. അത് മാത്രമല്ല കൺസെപ്റ്റ് ഓറിയൻ്റായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മളിവിടെ ഡീൽ ചെയ്യുന്നുണ്ട്. ഈ ന്യൂമറിക്കൽ ക്വസ്റ്റിൻ്റെ കാര്യം പറയാൻ ഞാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പകച്ചു പോകും. കാരണം എന്താണ്, ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ പല ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടാറില്ല. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? കാരണം സബ്ജക്റ്റിനെ നമ്മൾ മനസ്സിലാക്കി അതിൻ്റെ കൺസെപ്റ്റ് അതിൻ്റെ ഡെപ്തിൽ മനസ്സിലാക്കുന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ അങ്ങനെ പകച്ചു പോകുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങളുടെ കയ്യിൽ റിസോഴ്സുകൾ ഒത്തിരി ഉണ്ട്. കുറേ റിസോഴ്സുകൾ എൻ്റെ ഒരു കാലത്തുണ്ടായിരുന്ന റിസോഴ്സുകളല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ വിരൽത്തുമ്പിൽ തന്നെ എല്ലാ കാര്യങ്ങളും കിട്ടുന്നതാണ്. അത് നിങ്ങൾ മാക്സിമം മക്കളെ എന്ത് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അഗ്നി ബാച്ചിൽ നിങ്ങളെ സഹായിക്കാൻ ഞങ്ങൾ എല്ലാവരും ഉണ്ട്. അപ്പോൾ മക്കളെ, നാളെ നമ്മുടെ സ്കൂൾ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ നാളെ മുതൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ച് മുന്നോട്ട് പോകാൻ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ വേണം. അവസാന നിമിഷം കൊണ്ട് നമുക്കൊന്നും നേടാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ നിങ്ങളുടെ കൂടെ ഞങ്ങളും കൂടെ ഉണ്ടായിരിക്കും. നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് വളരുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ എന്ത് ചെയ്യാം, പിന്നെയും കാണാം. ബൈ.